എന്റെ ഗ്രീനു നീ നെഗറ്റീവ് അടിക്കില്ലെന്ന്. ഇതിപ്പോ യുദ്ധം വന്ന് വിമാനം ക്യാൻസൽ ആയിട്ടല്ലേ? നമ്മുടെ അത്രല്ല ഇന്നലെ തന്നെ ഇവിടുന്ന് കയറ്റി വിട്ടതാണ്. അത് വിമാനം ക്യാൻസൽ ആയി എയർപോർട്ടിൽ കിടക്കുക. എന്റെ ഗ്രീനു നീ കുറച്ച് പോസിറ്റീവ് ആയിട്ട് ഇരിക്കേ. ഇതിപ്പോ ജോയിന്നല്ലേ പറയണേ. നിനക്കുള്ള കറങ്ങുന്ന കസേര വരെ ഇവിടെ പണിയാൻ കൊടുത്തെന്റെ ഗ്രീനു. നീ പോസിറ്റീവ് ആയിട്ട് ഇരിക്ക്. ജോയിട്ട് വിളിക്കാം. നീ ഫോൺ വെച്ചേ. എന്തുട്ട ജോയിട്ട പ്രശ്നം? എടി ഒന്ന് പറയണ്ടടി, നമ്മുടെ അത്രകളല്ലേ അതല്ലേ എയർപോർട്ടിൽ കെട്ടിക്കിടക്കുകയെന്ന്. ഞാൻ പണ്ടേ പറഞ്ഞാണ് ഇമാതിരി മൂഞ്ചി ബിസിനസ്സോട് വരരുതെന്ന്. ആട്ടുംകാട്ടത്തിൽ നിന്ന് അത്തർ ഉണ്ടാക്കണ പരിപാടിയോ? എന്തുട്ട ജോയിട്ട ഇവിടെ നടക്കണേ? എടി ബിസിനസ് ഐഡിയ സൂപ്പർ ആയിരുന്നു. ഇതിപ്പോ യുദ്ധം വന്നിട്ടല്ലേ? യുദ്ധം വന്നിട്ട് ഫാക്ടറി അടച്ചു കൂട്ടി കഴിഞ്ഞപ്പോ ആട്ടുംകാട്ടം മൊത്തം നമ്മുടെ റൂമിൽ ഇരിക്കുക. ഇതിപ്പോ ഫ്രിഡ്ജ് തുറന്ന ആട്ടുംകാട്ട ഏതാ ഉണക്കമുന്തിരി ഏതാന്ന് പോലും മനസ്സിലാവണില്ലല്ലോ. നിങ്ങൾ വേറെ പരിപാടി എന്തെങ്കിലും നോക്ക്. ബിസിനസ് ഒന്നും ഇവിടെ എടി ശരിയാക്കാന്ന്. എടി പോസിറ്റീവ് ആയിട്ട് ഇരിക്കുന്നു. നിന്നെ പെണ്ണ് കാണാൻ വന്നപ്പോൾ ജോയിയുടെ പറഞ്ഞതല്ലേ, ഒന്നെങ്കിൽ അമ്പാനിയുടെ ഭാര്യ അല്ലെങ്കിൽ പ്രാന്തന്റെ ഭാര്യയാണെന്നല്ലേ? പ്രാന്തന്റെ ഭാര്യ ആണല്ലോ. എന്റെ അനുവേ, നീ ജോയിയേട്ടൻ പറയുന്നു. നീ ജോയിയേട്ടൻ പറയുന്ന ആദ്യം ഒന്ന് കേക്ക്. എന്തുട്ട് ജോയിട്ട കേക്കണ്ടേ? ആനപ്പിണ്ടത്തിൽ നിന്ന് ചന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന ബിസിനസ് നിങ്ങൾ തുടങ്ങി, അത് പൊട്ടി. കുടിവെള്ളത്തിന്റെ ബിസിനസ് തുടങ്ങി, അതും പൊട്ടി. ചക്കമുളിങ്ങിന്ന് പുണ്യാളം പശ ഉണ്ടാക്കാന്നും പറഞ്ഞ് പുതിയ പരിപാടി തുടങ്ങി. ഇപ്പൊ ആട്ടിൻകാട്ടത്തിൽ നിന്ന് അത്തറുണ്ടാക്കണ പരിപാടി. ജോയിട്ടാ, ഉള്ള കാര്യം മൂത്തൂക്കി പറയാലോ. നിങ്ങളെ കൊണ്ട് ബിസിനസ് ഒന്നും സെറ്റ് ആവൂല. നിങ്ങൾ വല്ല പണിയെടുത്ത് ജീവിക്കും. ഇത് ജോയിയേട്ടൻ നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഇത് നമ്മൾ എന്തായാലും വിജയിക്കും. ഈ മാസത്തെ EMI അടയ്ക്കാൻ ഒരു 30 രൂപ ഉണ്ടാവുന്നുണ്ട് മറിക്കാൻ. തരാന്ന് നമ്മുടെ ബിസിനസ് പറഞ്ഞ പോലെ ഇപ്പൊ വളരും. എന്റെ ഇനി വിൽക്കാനായിട്ട് ഒന്നും ഇല്ലാട്ടാ. എല്ലാം കൊണ്ടുപോയിട്ട് ഇപ്പൊ റോൾഡ് കോഡ് ഇട്ടാണ് ഞാൻ നടക്കണേ. ഈ മാലടക്കം ഫുള്ള് മുക്കാണ്. ഇതിപ്പോ നീ എന്തെങ്കിലും ഒന്ന് നീ വിചാരിച്ച നടക്കും. ഒരരങ്ങാണുണ്ട്. മതി, അത് മതി. എന്നാ എന്റെ അമ്മാമ്മ എനിക്ക് ആദ്യമായിട്ട് കിട്ടിത്തന്ന അരങ്ങാണ. ഇത് കൊണ്ടുപോയി വിക്കോ പണയം വെക്കോ എന്താ ചെയ്തു. എന്റെ അനു, ഇത് വെള്ളിയല്ലേ? അയ്യട മോനെ, സ്വർണം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് വന്നേ. വെള്ളി എങ്കിൽ വെള്ളി ഉള്ളത് കൊടുക്ക്. ജോടാ, ഇനിയപ്പോ യുദ്ധം ഒന്നും അവസാനിക്കാതെ നമ്മുടെ അത്രയൊന്നും എക്സ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അല്ലേ? വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ബിസിനസ് പ്ലാൻ ഉണ്ടോന്നോ? നല്ല ഒന്നാന്തരം ബിസിനസ് പ്ലാനുമായിട്ടല്ലേ നമ്മൾ നടക്കണേ. നീ എന്താ ജോയിനെ പറ്റി വിചാരിച്ചേ? ആഫ്രിക്കൻ വെള്ളച്ചാട്ടം ഇല്ലേ, ആ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തായിട്ട് ഒരു പുതിയ മസാജ് സെന്റർ തുടങ്ങിയിട്ടുണ്ടേ. അങ്ങോട്ടേക്ക് മസാജ് ഓയിൽ കയറ്റി വിടുന്നു. ചെയ്തു തുടങ്ങാൻ പോവാ. അതിന്റെ ആവശ്യത്തിനായിട്ട് നമ്മുടെ ബാങ്ക് മാനേജറെ ഒന്ന് കാണണം. പിന്നെ ആ കോടതിയിലും ഒന്ന് പോണം. ഇന്നിപ്പോ എന്തൊട്ട കേസ്? ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഞാനും തുത്തൂടെ ഈ ആലപ്പുഴന്ന് കൊല്ലം ബൈപ്പാസിൽ പൊക്കോണ്ടിരിക്കുകയാണ്. റോഡിന് നടുക്കൊരു കുഴിയേ. ആരായാലും മൂടാൻ തോന്നൂലേ? ഞാനും തുത്തൂടെ എന്ത് ചെയ്തു, ഒരു ലോഡ് മണ്ണെടുത്ത് ആ കുഴി അങ്ങ് മൂടി. ഇപ്പൊ ഇതാ കോടതിന്ന് വിളിച്ചേക്കുന്നു. എനിക്കറിയാൻ പാടില്ലല്ലോ. എന്തോ പില്ലർ ഇതാക്കാനോ മെട്രോയുടെ പില്ലർ ഇടാനോ കുഴിച്ച് കുഴിയാ മൂടിയെന്നും പറഞ്ഞ് ഇപ്പൊ കേസ് വന്നിരിക്കുകയാണ്. എന്റെ ചോട്ടാ, നിങ്ങൾ സകല വള്ളിയും പിടിക്കുകയാണല്ലോ. അല്ല, ഇന്ന് സെക്കൻഡ് സാറ്റർഡേ അല്ലേ? ഇന്നെല്ലാം അവധിയല്ലേ? ഇന്ന് സെക്കൻഡ് സാറ്റർഡേയാ? പിന്നല്ലാണ്ട്. ചാമ്പിക്കാണോ? അല്ലനുവേ, നമ്മക്കെന്താ ഇപ്പൊ നേരത്തെ തോന്നുന്നേ? എന്തൊട്ട് ബുദ്ധി ചോട്ടാ? ചാമ്പിക്കാൻ പറ്റേ, നല്ല ഒന്നാന്തരം ചാമ്പിക്കാൻ പറ്റേ. നമ്മുടെ മുറ്റത്ത് ഇത്രയും ചാമ്പിക്കാൻ നിൽക്കുമ്പം പുണ്യാളം ചാമ്പിക്കാൻ പറ്റി നമുക്ക് കയറ്റിവിട്ടൂടെ? നല്ലൊരു ഐഡിയ ആണല്ലോ. എന്റെ അനുവേ, നമ്മുടെ ഈ മാറ്റുള്ള പുണ്യാളം മാറ്റ് ഇത് യുദ്ധകാലടിസ്ഥാനത്ത് ഇറക്കി കഴിഞ്ഞാ പിന്നെ നമ്മൾ ആരാ? അല്ല, ജോയിന് മാറ്റാൻ അറിയോ? അറിയുമെന്നോ? നമ്മുടെ അപ്പാപ്പൻ ഷാരിപ്പാപ്പനല്ലേ ഒന്നാന്തരം മാറ്റുകാരല്ലേ? അതല്ലേ. ഇന്ത്യയില് ബാറ്ററി ഉണ്ടോ ഒരെണ്ണം എടുക്കാൻ? ഒരെണ്ണം പോരാ, 2 പഴുതാരോടെ കിട്ടിക്കഴിഞ്ഞാണല്ലോ നമ്മുടെ പുണ്യാളൻ മാറ്റം എന്തായി? റെഡിയല്ലേ?